നമ്മുടെ ടീമിൻ്റെ മെയിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിരുന്നു ജീക്സൺ സിംഗ്. പുള്ളി ഈ വിൻഡോയിൽ പോകും എന്നുള്ള കേസ് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഐഡിയ ഉള്ളതിനേക്കാളും വളരെ മുമ്പ് എസ് ടിക്ക് ആ കാര്യം അറിയായിരുന്നു. അതുകൊണ്ടാണ് എസ് ടി ഒരു കൊല്ലം മുമ്പ് തന്നെ ഫ്രെഡിനെ സൈൻ ചെയ്ത് വെച്ചത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ജീക്സൺ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഒരു നല്ലൊരു ഫോറിൻ DMF സൈൻ ചെയ്യാനായിട്ട്, മാച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന. പക്ഷേ ആ ഒരു രീതിയിൽ സൈനിങ് നമ്മൾ നടത്തില്ല. അപ്പോൾ ഒരു ഫോറിൻ DMF വേണ്ടേ എന്നുള്ള ക്വസ്റ്റ്യനിൽ ST പറയുന്ന ആൻസറാണ് കോയ്ഫ് എന്നുള്ള പ്ലെയർ. നമ്മൾ കോയ്ഫിനെ സൈൻ ചെയ്തപ്പോൾ വിചാരിച്ചത് പുള്ളി ലെസ്കോവിച്ചിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ സെൻറ്റർ ബാക്ക് എന്നുള്ള രീതിയിൽ കളിപ്പിക്കും എന്നാണ്. അത് തന്നെയാണ് നമ്മുടെ അഡ്മിനും വിചാരിച്ചതെന്ന് തോന്നുന്നു. ഒരു സെൻറ്റർ ബാക്കായിട്ടാണ് കോയ്ഫിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ കാര്യങ്ങൾ പോണ പോക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മിലോസാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൻ സെൻറ്റർ ബാക്കായിട്ട് കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കോയ്ഫിനെ ഇതേപോലെ ഒരു യൂട്ടിലിറ്റി പ്ലെയറായിട്ട് പല പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറായിട്ടായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അഡ്മിൻ അത് റിലീസ് ചെയ്തത്. നമുക്കൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം എന്നുള്ള ആവശ്യം പുള്ളിക്ക് മനസ്സിലായതുകൊണ്ടാണ് പുള്ളി CB_DM എന്ന പേരിൽ രണ്ടാമത് കോയ്ഫിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എത്രത്തോളം കോയ്ഫിനെ ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോള് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും പുള്ളി ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോള് കൈകാര്യം ചെയ്യുക എന്നുള്ള കേസാണ് നോക്കാൻ പോകുന്നത്. പുള്ളി ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോള് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ തുടക്കകാലത്ത് നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റിനെ കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം പുള്ളി ഒരു സെൻറ്റർ ബാക്ക്, സെൻട്രൽ മിഡ്ഫീൽഡർ, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് എന്നുള്ള റോളുകളിലാണ് പ്രധാനമായിട്ട് കളിച്ചത്. അതായത് നമ്മുടെ അഡ്മിൻ CB_DM എന്നിട്ടു. കാരണം DMനാണ് നമുക്ക് ആവശ്യം, അതുകൊണ്ടായിരിക്കും DM എന്നിട്ടത്. പക്ഷേ ശരിക്കും പുള്ളി കളിച്ച റോളുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ CB_, LB_, RB_, CM കഴിഞ്ഞിട്ട് ഒരു CDM എന്നുള്ള രീതിയിൽ പുള്ളിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പുള്ളിയുടെ കളി നോക്കിക്കഴിഞ്ഞാലും കോയ്ഫ് സിംഗിൾ DMF ആയിട്ട് കളിക്കുന്ന കളികളില്ല എന്നല്ല, പക്ഷേ വളരെ കുറവാണ്. ഈ കേസിൽ ഡിഫൻസ് ലൈനിൻ്റെ പിറകിൽ ഒരു സിംഗിൾ പിവറ്റ് DMF ആയിട്ടാണ് പുള്ളി കളിക്കുന്നത്. പുള്ളി ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സിനൊന്നും നമുക്ക് യാതൊരു ഡൗട്ടില്ല. പ്രോപ്പറായിട്ട് പുള്ളി ഡിഫൻസീവ് അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു കേസിൽ ബിൽഡപ്പ് ഫേസിൽ കറക്റ്റായിട്ട് ആ പൊസിഷനിങ്ങൊക്കെ ഏറ്റെടുത്ത് പുള്ളി ഡ്യൂട്ടീസ്, ബോൾ റൊട്ടേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യും. അതായത് സെൻറ്റർ ബാക്കൊക്കെ കയറിപ്പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാലും ധൈര്യപ്പെട്ട് പോകാം. നമുക്ക് ഫ്രെഡിയുടെ കേസിലൊന്നും ചിലപ്പോൾ ആ ഒരു പരിപാടി നടന്നു വരില്ല. പക്ഷേ കോയ്ഫ് ഒരു സെൻറ്റർ ബാക്ക് ആയതുകൊണ്ട് കറക്റ്റായിട്ട് ആ CBയുടെ പൊസിഷനൊക്കെ എടുത്ത് പുള്ളി കളിക്കുന്നത് കാണാറുണ്ട്. പിന്നെ അടുത്തൊരു സംഭവമാണ് ട്രാക്ക് ബാക്കിൻ്റെ കേസിൽ. ട്രാക്ക് ബാക്കിൻ്റെ കേസായാലും കോയ്ഫിൻ്റെ ഒരു അവയർനെസ്സും കാര്യങ്ങളുണ്ട്, ഗെയിം റീഡിങ്. അത് പ്രോപ്പറായിട്ട് പുള്ളിയുടെ പിറകിലേക്ക് അടക്കം പുള്ളി തിരിഞ്ഞ് നോക്കിയിട്ട് വേറെ ആരെങ്കിലും ലേറ്റ് റൺ നടത്തുന്നതൊക്കെ നോക്കിയിട്ടാണ് പുള്ളി ആ ഒരു DMF റോളിൽ ഡിഫൻസീവ് ഡ്യൂട്ടീസ് പുള്ളി ചെയ്യുന്നത്. നമുക്കധികം ടാക്കിൾസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് കണ്ടെന്ന് വരില്ല. വേറൊരു ട്രാക്ക് ബാക്ക് കൗണ്ടർ എക്സാമ്പിളിൻ്റെ കേസിൽ നോക്കാം. പുള്ളിയുടെ ടീം അറ്റാക്ക് ചെയ്തായിരുന്നു, ഇപ്പോൾ കൗണ്ടർ അറ്റാക്ക് വന്നു. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ബോക്സിലേക്ക് റൺ ചെയ്യുന്ന പ്ലെയറുടെ ഒപ്പം നിന്നിട്ട് നമുക്ക് കോയ്ഫിനെ കാണാൻ പറ്റും. ഈ പൊസിഷനിങ് അവയർനെസ്സും കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ടാക്കിൾസ് ഒന്നും നടത്തി ചിലപ്പോൾ പുള്ളിനെ കണ്ടെന്നില്ല. പക്ഷേ പുള്ളി ഡിഫൻസീവ് ഡ്യൂട്ടി നമുക്ക് ലാസ്റ്റ് മാച്ചിലും EB മാച്ചിലും ഇതേപോലെ പുള്ളി ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നു. ഇനി ഒരു സിംഗിൾ DMF കളിക്കുമ്പോൾ പുള്ളി ലാക്ക് ചെയ്യുന്നൊരു കാര്യമാണെന്നെങ്കിൽ നമുക്ക് പറയാവുന്നത് ട്രാക്ക് ബാക്കിൻ്റെ കേസിൽ ഒരു ആക്സിലറേഷൻ പുള്ളിയുടെ സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല. പുള്ളി പിറകോട്ട് റൺ മേക്ക് ചെയ്യുന്ന കാണാം. പക്ഷേ പുള്ളിയുടെ ഒപ്പം ഉണ്ടായിരുന്ന 2 പേരും തിരിച്ച് നമ്മുടെ ബോക്സിലെത്തി. പക്ഷേ പുള്ളി തിരിച്ച് ബോക്സിൻ്റെ പരിസരത്ത് എത്തിയിട്ടില്ല. ഈ ഒരു കേസ് വേണമെങ്കിൽ കോയ്ഫിൻ്റെ കേസിൽ ലാക്ക് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് കോയ്ഫിൻ്റെ ഒരു ഡിഫൻസീവ് സ്റ്റൈൽ ഒരു DMF കളിക്കുമ്പോഴും വേണമെങ്കിൽ കാണാൻ പറ്റും. ഇതൊരു ഡബിൾ പിവറ്റ് കളിക്കുന്നൊരു സിനാരിയോ ആണ്. പുള്ളി അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ബോൾ ഒരു പ്ലെയറിലേക്ക് വരുമ്പോൾ കമ്മിറ്റ് ചെയ്യില്ല. പുള്ളി കണ്ടെയ്ൻ ചെയ്തിട്ട് ബാക്കി പ്ലെയേഴ്സ് അപ്പോൾ ഡിഫൻസീവിൽ ഓർഗനൈസ് ചെയ്യാനൊക്കെ ഒരു ടൈം കിട്ടും. ആ ഒരു രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഇത് പുറം രാജ്യങ്ങളൊക്കെ നടക്കും. ഇവിടെയൊക്കെ മറ്റ് പ്ലെയർ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യണം. പുള്ളി ബോൾ വിൻ ചെയ്യുന്ന നോക്കിയിരിക്കരുത്. ഈ കേസിലും ബോൾ വരുമ്പോൾ പുള്ളി കമ്മിറ്റ് ചെയ്യാതെ ആ പ്ലെയർക്ക് ഒരു ടേൺ എടുക്കാനോ ഒരു പാസ് കൊടുക്കാനോ ഒരു സ്പേസ് കൊടുക്കാതെ അവിടെ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഡബിൾ പിവറ്റ് കളിക്കുമ്പോൾ പുള്ളി സെൻറ്റർ ബാക്കാണ്, നമ്മൾ വിചാരിക്കും പുള്ളിയാണ് മെയിൻ ചെയ്യുന്നു. പുള്ളിയെല്ലാം മെയിൻ ചെയ്യും. പുള്ളി ഇങ്ങനെ ഡബിൾ പിവറ്റ് കളിക്കുന്ന സിറ്റുവേഷനിലെല്ലാം ഒരു ഡിസ്ട്രോയർ പ്ലെയർ ഉണ്ടാവും. കോയ്ഫ് ഒരു CMF റോളിലായിരിക്കും ഭൂരിഭാഗം കളിക്കുക. അത് തന്നെയാണ് എനിക്ക് പുള്ളിയുടെ കളികൾ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. പുള്ളി ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡറേക്കാളും. പുള്ളിയുടെ കളികൾ നോക്കിക്കഴിഞ്ഞാലും ഡബിൾ പിവറ്റ് ആയി കഴിഞ്ഞാലും സെൻട്രൽ മിഡ്ഫീൽഡ് റോളാണ് പുള്ളി കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. നന്നായിട്ട് പുള്ളി കളിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുന്ന ഇഷ്ടംപോലെ എക്സാമ്പിളുണ്ട്. അപ്പോഴൊക്കെ പുള്ളി ഒരു ഗെയിം റീഡ് ചെയ്ത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കളിക്കുന്നത് കാണാനായിട്ട് സാധിക്കുക. കറക്റ്റായിട്ട് ബോൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. സാധാരണ നമ്മൾ സെൻട്രൽ ബാക്ക് എന്ന് പറയുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കില്ല. അങ്ങനെ നമ്മൾ ഡിസീവായി പോകരുത്. പുള്ളി മോർ ദാൻ ഒരു സെൻട്രൽ ബാക്ക് പ്ലെയറാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ബോക്സിൻ്റെ ഉള്ളിൽ കിടക്കുക, കറക്റ്റായിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പൊസിഷൻ ചെയ്യുക എന്നുള്ളത് ഈ കേസിൽ കാണാം. ബോൾ പുള്ളിയുടെ ടീമിൻ്റെ കാലിലാണ്. പുള്ളി വെയിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഒരു കട്ട് ബാക്സിന് കറക്റ്റ് പൊസിഷനിങ് ആണ്. പക്ഷേ പുള്ളിക്ക് ബോൾ എത്തുന്നില്ല.
പക്ഷേ പുള്ളിക്ക് ബോൾ എത്തി കഴിഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യാൻ capable ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. പുള്ളി ഇങ്ങനെ ബോക്സിൻ്റെ അടുത്ത് നിന്നും ബോക്സിൻ്റെ പുറത്തു നിന്നൊക്കെ ഗോൾ സ്കോർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോർ ദാൻ ഒരു സെൻട്രൽ ബാക്ക് പ്ലെയറാണ്. നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറേക്കാളും ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പ്ലെയർ എന്നുള്ള രീതിയിൽ നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു പ്ലെയറാണ്. ഈ ഒരു കേസിൽ നമുക്ക് കാണാം ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന പ്ലെയറാണ് കോയഫ് അവരുടെ ടീമിൽ. ആ രീതിയിൽ കറക്റ്റ് എങ്ങനെ ഗ്യാപ്പൊക്കെ ഉണ്ട് അവിടേക്ക് കറക്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു പ്ലെയർ. ഇപ്പോൾ ഒരു ക്രോസ് വന്നു, പക്ഷേ ആ ക്രോസ് വേസ്റ്റായി പോയി. വീണ്ടും പുള്ളി ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക, ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു മൂവ്മെൻറ്റ്, സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷൻ ഒരു ഡയഗണൽ റണ്ണ് പുള്ളി മേക്ക് ചെയ്യണം. പക്ഷേ ആ സ്പേസിലേക്ക് ബോൾ വരുന്നില്ല, പക്ഷേ പുള്ളി റണ്ണ് പെർഫെക്റ്റ് ആയിരുന്നു. വീണ്ടും പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ കാണാം. ഈ കേസിൽ പുള്ളി ഒരു പെനാൽറ്റി വിൻ ചെയ്യണം ബോക്സിൻ്റെ ഉള്ളിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പ്ലെയറാണ് പുള്ളി. ഫ്രണ്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു പ്ലെയറാണ്. പുള്ളിയുടെ ഈ മൂവ്മെൻറ്റും പൊസിഷനിങ് നമുക്ക് പല രീതിയിൽ ഈ ഫൈനൽ തേർഡിൽ യൂസ്ഫുൾ ആകും. അല്ലെങ്കിൽ പുള്ളിനെ ആ രീതിയിൽ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. മോർ ദാൻ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കേസിൽ പുള്ളി ഒരു പൊസിഷനിങ് അവയർനെസ് നോക്കുക, ഒരു കട്ട് ബാക്ക് പാസിന് വേണ്ടി പുള്ളി നടത്തുന്ന മൂവ്മെൻറ്റ് നോക്കുക. നമ്മുടെ സെൻട്രൽ ഫോർവേഡ്സ് പോലും ചിലപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നടത്തില്ല. പുള്ളിക്ക് ബോൾ വന്നില്ല, പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ്, ആ ഗെയിം റീഡിങ് പുള്ളിയുടെ പക്കയായിരുന്നു ബോക്സിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ നല്ല മൂവ്മെൻറ്റ് നടത്തുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ പുള്ളിനെ പല ടൈപ്പിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഒരു ഫ്രീ റോൾ പുള്ളി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ലോങ് ബോളിനുള്ള ഓപ്ഷൻ മനസ്സിലാക്കിയിട്ട് പുള്ളി സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു ലോങ് ബോളിന് ഒരു റണ്ണ് മേക്കാണ്, സെൻട്രൽ ബാക്ക് ഒരു ലോങ് ബോൾ കൊടുക്കുകയാണ്. പക്ഷേ പുള്ളിയിലേക്ക് എത്തുന്നില്ല. പക്ഷേ സെൻട്രൽ ഫോർവേഡിന് ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് ആ ഒരു ഫ്രണ്ടിലുള്ള എംപ്റ്റി സ്പേസിലേക്ക് പുള്ളി ഒരു മൂവ്മെൻറ്റ് നടത്തണം. ഇങ്ങനൊരു പൊസിഷനിൽ അവയർനെസ്, മൂവ്മെൻറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ പുള്ളിക്ക് ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും പുള്ളി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോഡിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ബോൾ റിസീവ് ചെയ്യാവുന്ന രീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ പുള്ളിക്ക് ബോൾ വരുന്നില്ല. ബട്ട് ആ ഒരു പുള്ളിയുടെ മൂവ്മെൻറ്റ് ഇപ്പോൾ ഒരു ഹോൾ പ്ലെയർ എന്നുള്ളൊരു റോളാണ്. പുള്ളിക്ക് ഒരു ഫുൾ ബാക്ക് പോകണണ്ടപ്പോൾ അവിടെ ഒരു പ്ലെയർ വേണമെന്ന് മനസ്സിലായി. പുള്ളി അവിടേക്ക് ഇറങ്ങി ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് മാറുകയാണ്. പക്ഷേ പുള്ളിക്ക് ബോൾ വരുന്നില്ല. ബട്ട് സ്റ്റിൽ പുള്ളിയുടെ മൂവിൻ്റെ കാര്യങ്ങൾ നോക്കാം. വീണ്ടും ബോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇറങ്ങി പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ശേഷം പുള്ളി എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് മാറി ഡിഫൻസീവ് മിഡ്ഫീൽഡ് പോയപ്പോൾ വീണ്ടും ബോൾ റിസീവ് ചെയ്യാനായിട്ട് ഫ്രണ്ടിലേക്ക് പോകണം. വീണ്ടും ഒരു ലോങ് ബോളിന് ഓപ്ഷൻ പുള്ളിക്ക് വരികയാണ്. പുള്ളി എവിടെ നിന്നാണ് തുടങ്ങിയത് നോക്കാം. ഫ്രണ്ട് ലൈനിൽ പോയിട്ട് പുള്ളി ജോയിൻ ചെയ്തു. പക്ഷേ പുള്ളിക്ക് ആ ബോൾ കണക്റ്റ് ആവുന്നില്ല. പക്ഷേ ഇങ്ങനെ ഫുൾ ടൈം ഒരു അവയർനെസ് പുള്ളി എന്തെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു എക്സാമ്പിളാണ്, പുള്ളി പുഷ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാണ്. ഫുൾ ബാക്ക് പുള്ളിയുടെ ഒപ്പം ഉണ്ട്. ഫുൾ ബാക്ക് എന്ത് ചെയ്തു, സെൻട്രൽ മിഡ്ഫീൽഡ് സ്പേസിലേക്ക് മൂവ് ചെയ്താൽ പുള്ളി എന്ത് വെറുതെ വെക്കല്ല, പുള്ളി പോയിട്ട് ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യേണ്ട പൊസിഷനിൽ പോയി നിൽക്കണം. ഇങ്ങനെ ഒരു ഹോൾ പ്ലെയർ ആയിട്ടും വേണമെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് കോയഫ്. അതേപോലെ ഈ മൂവ്മെൻറ്റ് പ്ലസ് പാസിങ്, ഒരു പാസ് ആൻഡ് മൂവ് വളരെയധികം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ കേസിൽ ബോൾ റിസീവ് ചെയ്ത് ഒരു 2 ടച്ച് എടുത്ത് ക്യാരി ചെയ്തിട്ട് പുള്ളി ആ വിങ്ങർക്ക് ബോൾ കൊടുത്തിട്ട് വെറുതെ നിൽക്കില്ല, ഒരു സ്പേസിലേക്ക് റൺ വയ്ക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് എന്തെങ്കിലും ബോൾ വരുന്നില്ല. ഈ കേസിൽ പാസാമിൻ്റെ വേറെ എക്സാമ്പിൾ കാണാം. ഒപ്പം പ്ലെയർ ഒരു ലോങ് ബോൾ കളിക്കണം, പക്ഷേ കോയഫ് കറക്റ്റായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് മിഡ്ഫീൽഡ് പ്ലെയർക്ക് പാസ് കൊടുക്കണം. അവിടെ കളി കഴിയുന്നില്ല. പുള്ളിയെ മൂവ്മെൻറ്റ് മേക്ക് ചെയ്തിട്ട് ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് മാറണം. പക്ഷേ പുള്ളിക്ക് ബോൾ വരുന്നില്ല. പിന്നെ കോയഫ് ഒരു വിടുത്ത് കീപ്പ് ചെയ്ത് നിൽക്കുകയാണ്. കോയഫിലേക്ക് ബോൾ വരും തോന്നി, പക്ഷേ പുള്ളി പാസിംഗ് ഓപ്ഷനൊക്കെ ഓൾറെഡി റെഡാണ്. ബോൾ വരുമ്പോൾ ഒറ്റ ടച്ചിന് തന്നെ അത് പാസ് കൊടുത്ത് ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ഒഴിവാക്കണം. ഇങ്ങനെ ഒരു 1 ടച്ച് പാസ് നമുക്ക് ഇഷ്ടം പോലെ കോയഫിൻ്റെ കേസിൽ കാണാം. പാസ് ആൻഡ് മൂവിൻ്റെ കേസ് പറഞ്ഞു. ഇപ്പോൾ പുള്ളിക്ക് ബോൾ വരുമ്പോൾ ഈ 1 ടച്ച് ഉപയോഗിച്ചിട്ട് പുള്ളി ആ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോൾ മിസ്സായിപ്പോയി. ഇങ്ങനെ 1 ടച്ച് ബോൾ കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലെയേഴ്സും വളരെയധികം റെഡി ആയി നിൽക്കണം. ഇപ്പോൾ ഈ കേസിലും ഒരു 1 ടച്ച് പാസ് തന്നെ പുള്ളി എന്തെങ്കിലും സെൻട്രൽ ഫോർവേഡ് പ്ലെയറെ ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ 1 ടച്ച് കളിക്കാനും ഇഷ്ടമുള്ളൊരു പ്ലെയറാണ്. ഇപ്പോൾ ഈ കേസിലും ആ പ്ലെയർ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാസ് കൊടുത്തിട്ട് 1 ടച്ച് പാസിലൂടെ മൂവ് ചെയ്യാണ്. പക്ഷേ ഇങ്ങനെ 1 ടച്ച് കളിക്കുന്നതുകൊണ്ട് തന്നെ പാസിങ് ആക്യുറസി ശരിക്കും പറഞ്ഞൊരു കൺസേൺ തന്നെയാണ്. പുള്ളി പല പാസുകളും ഈ കേസിലും നേരെ ഒറ്റ പാസിന് പ്ലെയർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആ പ്ലെയർ ടച്ച് എടുത്ത് കൺട്രോൾ ചെയ്യാൻ നോക്കി. വീണ്ടും നമുക്ക് കാണാം വിങ്ങറിലേക്ക് ഒപ്പോസിഷൻ പ്ലെയറുടെ ബോൾ കൺട്രോൾ പോലും ചെയ്യണം, നേരെ ഒരു പാസ് കൊടുക്കണം. ആ വിങ്ങർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോയഫ് എന്താണ് എന്നുള്ളത് നമ്മുടെ ടീമിലെ പ്ലെയേഴ്സും മനസ്സിലാക്കി വരുമ്പോൾ ഈ ആക്യുറസിയുടെ കേസിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. കാരണം പുള്ളിയെ ബോൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു പാസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ കേസിൽ ഒരു ടച്ച് എടുത്താണ് പുള്ളി പാസ് കൊടുക്കുന്നത്. പക്ഷേ എന്നാലും ആ പ്ലെയർക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ പാസ് പോകുന്നത്. പക്ഷേ അത്ര മോശം ഒരു പാസുകളെന്ന് പറയാൻ പറ്റില്ല. പല പാസുകളും നമുക്ക് വളരെ അടിപൊളി പാസുകൾ നമുക്ക് പുള്ളിയുടെ കേസ് കാണാൻ പറ്റും. പക്ഷേ ആക്യുറസി ഒരു ഫാക്ട് തന്നെയാണ്. പുള്ളി കൊടുക്കുന്ന പല ബോളിലും റീച്ച് ചെയ്യുന്നില്ല. ഈസിലി ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് ടൈം തന്നെ ഒരു കൺട്രോൾ ഇല്ലാത്ത കേസിലൊക്കെ പുള്ളി ബോൾ കൊടുക്കും എങ്ങോട്ടെങ്കിലും. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പുള്ളി അവിടെ മെയിനല്ല, പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പുള്ളി മെയിനാണ്. പുള്ളിക്ക് അതിന് പറ്റും. പുള്ളി അടിപൊളി ഇങ്ങനെ വിങ് ക്രോസ് ചെയ്യുന്ന ബോളുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് പ്ലെയറൊക്കെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് പറ്റും. നമുക്കൊരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കറൊക്കെ ആയിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പ്ലെയറാണ്, മോർ ഓഫ് ഒരു 1 ടച്ച് പ്ലെയറാണ്. പക്ഷേ പുള്ളിക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ജാഹു സ്റ്റൈൽ ഓഫ് പ്ലേയിലേക്ക് മാറാനായിട്ട് പറ്റും. അപ്പോൾ പുള്ളി എത്രത്തോളം ഇന്ത്യയിൽ അഡാപ്റ്റ് ചെയ്യും എന്നുള്ള കേസ് നമുക്ക് നോക്കാം. ശരി, ബൈ.